മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് 52,000-ലധികം ഇന്ത്യക്കാർ ഈ മാസം 1-ാം തീയതി മുതൽ ഗൾഫ് മേഖലയിൽ നിന്ന് മടങ്ങിയെത്തി. വരും ദിവസങ്ങളിലും കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകൾ നാവികസേനയുടെ സഹായത്തോടെ തിരികെ എത്തിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ നീക്കം നടത്തുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ആശങ്കയിലാഴ്ത്തിയത് അവരുടെ സ്വന്തം പൗരന്മാർ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടന്നു എന്നുള്ളതായിരുന്നു. അതിനുശേഷമായിരുന്നു ഈ ചില വ്യോമപാതകൾ ഭാഗികമായി തുറക്കുകയും ചില വിമാന കമ്പനികൾ, ഓർമ്മ ശരിയാണെങ്കിൽ എത്തിഹാദ് എയർലൈൻ അന്ന് ആദ്യമായി അവർ വിമാന സർവീസുകൾ ആരംഭിച്ചുകൊണ്ട് ഇന്ത്യൻ പൗരന്മാർ ഡൽഹിയിലടക്കം മടങ്ങിയെത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും വിമാന സർവീസുകൾ ആരംഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മറ്റ് നിരവധി വിമാന സർവീസുകളും രാജ്യത്തെ വിമാന സർവീസുകളും ഈ ഭാഗിക തുറന്ന വ്യോമപാത പ്രയോജനപ്പെടുത്തി സർവീസുകൾ ആരംഭിക്കുകയും ഇന്ത്യൻ പൗരന്മാരെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. അതിന്റെ ഒരു കണക്കാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 52,000-ലധികം വരുന്ന ഇന്ത്യൻ പൗരന്മാരാണ് ഈ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വരെ രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇതിൽ 32,000-ലധികം വരുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയുടെ തന്നെ വിമാന കമ്പനികൾ അവരുടെ വിമാന സർവീസുകൾ പ്രയോജനപ്പെടുത്തിയാണ് മടങ്ങിയെത്തിയത് എന്നതുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകും എന്ന കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ വിമാന സർവീസുകൾ, അതായത് ഈ വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട്. അവിടെയുള്ള പൗരന്മാർക്ക് മറ്റ് ബദൽ മാർഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കും എന്ന കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യൻ പൗരന്മാരും, പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതാത് ഇന്ത്യൻ എംബസികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. എല്ലാ ഹെൽപ്പ് ലൈൻ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചരക്ക് കപ്പലുകൾ, ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 36 കപ്പലുകളാണ് ഈ പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഈ കപ്പലുകളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനായിട്ട് നാവികസേനയുടെ കപ്പലുകളെ അകമ്പടി സേവിക്കാനായി വിന്യസിക്കും. അക്കാര്യം പരിശോധിച്ചു വരികയാണ്. അതിന്റെ മറ്റ് സാധ്യതകൾ പരിശോധിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിന്റെ സാധ്യതകൾ എത്രത്തോളം എന്ന് കണ്ടെത്തി 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചരക്കു കപ്പലുകളെ, ഈ നാവികസേനയുടെ കപ്പലുകൾ അകമ്പടി സേവിച്ചുകൊണ്ടായിരിക്കും രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരിക. ഇതിൽ 12 കപ്പലുകൾ അതായത് ഒമാൻ കടലിടുക്കിലും ബാക്കി 24 ഹോർമൂസ് കടലിടുക്കിലുമായിട്ടാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് കണക്കുകൾ. ഇതിൽ ഏതാണ്ട് 1000-ലധികം നാവികരുണ്ട്, ഇന്ത്യൻ നാവികരുണ്ട് എന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.